നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഓടിച്ചിട്ട് പിടിച്ച് മർദ്ദിക്കുക. എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഉത്തരവാദിത്വം പ്രതിയുടെ തലയിൽ തന്നെ കെട്ടിവെക്കാലോ. മിസ്റ്റർ ജയിലർ, ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പൊ ക്രിട്ടിക്കലാ. അതൊന്ന് സ്റ്റേബിൾ ആകട്ടെ ആദ്യം, എന്നിട്ടാവാൻ ബാക്കി. ഇവളൊരു മാരണമായല്ലോടോ. ഡോക്ടർ പറഞ്ഞത് ശരിയാ സാർ. നമ്മുടെ കൂട്ടത്തിൽ ആരോ ഒരാൾ തന്നെയാ തുറന്നു കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ ഇത് അവളുടെ തന്നെ പ്ലാൻ ആവില്ലേ? അതെ, ഇത് അവളുടെ പ്ലാൻ തന്നെയാ. എങ്കിലത് നമുക്ക് പൊളിക്കണം. റാണി, 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 ഞാൻ ആണ്ടവൻ. ഒരു മെസ്സേജ് ഉണ്ട്, അത് നിനക്കുള്ളതാ. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് കമ്മീഷണറുടെ കൂടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങളുടെ ബോസ് കമ്മീഷണർ പറഞ്ഞതെല്ലാം ഞാൻ അതേപടി ചെയ്തിട്ടുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ കൈവിട്ടുപോയി. അയാൾ എന്തിനാ മറിഞ്ഞിരിക്കുന്നത്? എന്റെ മുമ്പിൽ വന്നൂടെ? എനിക്കിപ്പോ അയാളുടെ നേരിട്ടുള്ള സഹായം ആവശ്യമാണ്. അതൊന്നും എനിക്കറിയില്ല. പറഞ്ഞ ജോലി ഞാൻ ചെയ്യുന്നു, അത്രമാത്രം. നിങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ആ മെസ്സേജിലുണ്ടെന്നാ എന്റെ വിശ്വാസം. അതുപോലെ ചെയ്യുക. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഒന്നിനും ഒരു കുറവും വരില്ല. ആ കമ്മീഷണർ എന്റെ തന്നെ ചോര. അയാൾ എന്റെ അമ്മാവനാ. എല്ലാ സത്യങ്ങളും എനിക്ക് അറിയാവുന്നതാ. അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഫോണിൽ തന്നെ മെസ്സേജ് ആയിട്ട് പറഞ്ഞാൽ മതി. നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ നിലപാടുകൾക്ക് നിയന്ത്രിക്കാൻ വിട്ടതാ എന്റെ ഏറ്റവും വലിയ അബദ്ധം. ദൂരെ നിന്ന് കാണുന്നത്ര സുന്ദരവും സുഖകരവും ആയിരിക്കില്ല പലതും. അടുത്തെത്തുമ്പോഴാ അതിന്റെ യഥാർത്ഥ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എനിക്കൊന്നും പറയാനില്ല. എന്നെ എത്രയും വേഗം ഇവിടുന്ന് പുറത്തിറക്കണം. ഇനി ഞാൻ ജയിലിലോട്ട് പോവില്ല. ഇതുവരെ മറിഞ്ഞിരുന്ന് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുകയായിരുന്നു. പണത്തിന് ആർത്തി പിടിച്ച് അയാൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചു. ഇപ്പൊ എന്റെ കൺമുമ്പിൽ പോലും വരാറില്ല. എവിടെയാണെന്നും എനിക്കറിയില്ല. അയാളുടെ ഇതുപോലൊരു സന്ദേശം ജയിലിൽ വെച്ച് എനിക്ക് കിട്ടി. ജയിൽ വാർഡന്റെ കയ്യിൽ കൊടുത്തുവിട്ട ഗുളിക ഞാൻ കഴിച്ചു. അതിനുശേഷം എനിക്ക് വല്ലാത്ത പെയിൻ കൂടിയത്. ഞാനത് ഡോക്ടറോട് പോലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവര് പറയുന്നത് എന്റെ ഡെലിവറി ഉടനെ കാണൂന്ന. മാസം തികയാതെ പ്രസവിക്കാനുള്ള വല്ല മരുന്നാണോ അയാൾ എനിക്ക് തന്നത്? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇത്രയും നാള്
അദ്ദേഹം പറയുന്നതല്ലേ അനുസരിച്ചത്. ഇനിയും കുറച്ച് സമയം കൂടി അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുക. ബാക്കിയല്ല എനിക്ക് വിട്ടേക്ക്. ഈ ആണ്ടവനൊരു ജോലി ഏറ്റെടുത്താൽ വളരെ ഭംഗിയായി ചെയ്തിരിക്കും. ജയിലിൽ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ തന്ന ഫോണിൽ ഒരു നമ്പറേ സേവ് ചെയ്തിട്ടുള്ളൂ. അത് ഈ ആണ്ടവന്റെയാ. എന്താവശ്യമുണ്ടെങ്കിലും ആ നമ്പറെ വിളിക്കുക. ഇവിടെ നമ്മുടെ ആളുകൾ ധാരാളം ഉണ്ട്. അവര് നിന്നെ നന്നായി നോക്കിക്കൊള്ളും. പിന്നെ ഈ ഫോൺ ഭദ്രമായി സൂക്ഷിക്കണം. സിസ്റ്റർ പ്രതോഷ് നന്ദകുമാർ ഞാനാ. പെൺകുട്ടിയാണ്, കേറി കണ്ടോളൂ. സിസ്റ്റർ ആ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്ന് തിരക്ക് കൂട്ടിയിട്ട് എന്താ കാര്യം? കഴിഞ്ഞാൽ ഉടനെ അറിയിക്കാം. ഓ എടാ മോനെ, അർജുൻ ആനന്ദ് സിസ്റ്റർ പ്രസവിച്ചു. പെൺകുട്ടിയാണ്. കുറച്ചു കഴിഞ്ഞ് അകത്ത് കയറി കാണും. ഈശ്വര ഭഗവാനെ, നീ കാത്തു. അച്ഛമ്മേ കുട്ടിയെ NICUലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാൻ അങ്ങോട്ട് വന്നാ മതി. അല്ല, ഡോക്ടർ, ഞാൻ അർജുൻ. പൂജയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ. കൺഗ്രാറ്റുലേഷൻസ്. പെൺകുട്ടിയാണ്. ആ താങ്ക് യു. അറിഞ്ഞു. പക്ഷേ എന്താ കുഞ്ഞിനെ ഇവിടേക്ക്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ആര് പറഞ്ഞു പ്രശ്നമുണ്ടെന്ന്? അല്ല, NICU പറഞ്ഞപ്പോ ഇപ്പൊ ജനിക്കുന്ന മിക്കവാറും കുട്ടികളെ കുറച്ചു നേരത്തേക്ക് NICUലേക്ക് മാറ്റാറുണ്ട്. അന്തരീക്ഷവുമായി ഒന്ന് സിങ്കാകാൻ വേണ്ടിയാ. ഒരു 24 hours അത്രേ ഉള്ളൂ. എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, ഓരോരുത്തരായിട്ട് കണ്ടോളൂ. മോൻ ചെല്ലേ. പോരാ. മാസുരി, എന്താമ്മേ? ഇന്ന് മകമാണ് നക്ഷത്രം. മകൻ പിറന്ന മങ്ക. അവക്കിടാൻ നല്ലൊരു പേര് അരുണിമ കണ്ടുവച്ചിട്ടുണ്ടെന്ന് പൂജ പറഞ്ഞോ നിന്നോട്? ഇല്ലമ്മേ. വാസുകി കൃഷ്ണ. എന്റെ ഭഗവാനെ, അമ്മ പറഞ്ഞതുപോലെ എന്റെ ഭഗവാൻ കൃഷ്ണൻ കുഞ്ഞിനെ എന്നും തുണയ്ക്കട്ടെ. ഞാനേ പൂജ ഒന്ന് കണ്ടിട്ട് വരാം. എന്നാ അമ്മ ചെന്ന് കാണാൻ. കഴിഞ്ഞതാണല്ലോ. നീ നല്ല മാർക്കോടെ പാസ്സായി. നിന്റെ പേര് ഫൈനൽ ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഉടനെ അറിയിപ്പ് വരും. പിന്നെ ഇപ്പൊ ഇതാരോടും പുറത്തു പറയണ്ട. ലിസ്റ്റ് പുറത്തു വരാൻ കുറച്ചുകൂടെ സമയം എടുക്കും. എനിക്കറിയാം. ഇല്ലില്ല, പുറത്ത് പറയില്ല. കൺഗ്രാറ്റുലേഷൻസ് ജസ്റ്റിസ് അർജുൻ. താങ്ക് യു ആന്റി. അച്ഛാ, വേഗം വാ. ആ മോളെ, ഞങ്ങളിതാ തിരിക്കാൻ തുടങ്ങുക. ആ അമ്മേ. നമ്മുടെ കൃഷ്ണമോള് കുടുംബത്തിന് നേട്ടവും സന്തോഷവും ഒക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്.
കാണാത്ത കരച്ചില്ല. 10 മാസം നൊന്തു പെറ്റ ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുന്ന കണ്ണിച്ചോറിയില്ലാത്തവളുമാര്. കരയാതെ മോളെ, അമ്മ പോയെങ്കിൽ പോട്ടെ. ഒരു കുറവും വരാതെ നിന്നെ നോക്കുന്ന സ്ഥലത്ത് നിന്നെ എത്തിക്കാം. അവിടെയുള്ളവർ നിന്നെ പൊന്നുപോലെ നോക്കും. നല്ല ട്രാഫിക്, അതാ താമസിച്ച്. സാറുണ്ടല്ലോ അല്ലേ? സാറുണ്ട്. അയ്യോ, കുഞ്ഞിന് നല്ല കരച്ചിലാണല്ലോ. അങ്കിളെ, ഈ കുഞ്ഞിനെ ഞങ്ങളൊന്ന് എടുത്തോട്ടെ? ഇപ്പൊ വേണ്ട, മക്കള് പോയി കളിച്ചോ. ഞങ്ങളും അതാ പറഞ്ഞോണ്ട് വന്നേ. അമ്മയുടെ ചോറ് കിട്ടുന്നില്ല, പാലും കിട്ടുന്നില്ല, അപ്പൊ മക്കള് കരയും. ആ, അമ്മ എവിടെയെങ്കിലും സുഖിച്ച് കഴിയാവും. അതൊന്നും പറയാൻ പറ്റില്ല. എത്ര ദൂരെയാണെങ്കിലും ഇടയ്ക്കെങ്കിലും നെഞ്ചൊന്ന് കൊളുത്തി വലിക്കും. ആ, നിങ്ങള് വാ. നമസ്തേ സർ. നമസ്തേ. എവിടെ നമ്മുടെ പുതിയ മോളെ ഒന്ന് കാണട്ടെ. മല്ലികേ, അപ്പോ ഇന്ന് നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു പുതിയ അംഗം കൂടി വന്നിരിക്കുന്നു. ഭഗവാനെ കൃഷ്ണ. തന്നോളൂ. ഇന്ന് എന്റെ മകൾ പൂജ അവൾക്ക് ജനിച്ച കുഞ്ഞുമായി അവളുടെ വീട്ടിൽ കയറുന്ന ദിവസമാണ്. ആ ദിവസം തന്നെ ഇവിടെയും ഒരു പുതിയ ആൾ വന്നിരിക്കുന്നു. ഇനി മുതൽ ഈ മല്ലികയാ മോളുടെ അമ്മ. കേട്ടോ മോളെ? ഇതാ മല്ലിക, എടുത്തോളൂ. സർ, കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിലുണ്ട്. ഇത് ഈ കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ നിന്ന് കിട്ടിയതാണോ അതോ വളർത്താൻ നിവൃത്തിയില്ലാതെ അച്ഛനോ അമ്മയോ നിങ്ങളെ ഏൽപ്പിച്ചതാണോ? ശിക്ഷ വിധിച്ച് ജയിലിൽ കഴിഞ്ഞ തടവുകാരുടെ കുഞ്ഞ്. ജയിലിലെത്തിയപ്പോഴേ ഗർഭിണിയായിരുന്നു. പ്രസവിക്കാൻ ആശുപത്രിയിലാക്കി. പ്രസവം കഴിഞ്ഞ് അവൾ പോലീസിനെ വെട്ടിച്ച് ആശുപത്രിയും ചാടിപ്പോയി. വളർത്താൻ സാധിക്കാത്തവരെന്തിനാ പ്രസവിക്കാൻ പോകുന്നത്? അത് കുഞ്ഞിനോട് കാണിക്കുന്ന ദ്രോഹമാണ്. അങ്ങനെയൊന്നും പറയരുത് മല്ലികേ. അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥയായിരിക്കും. മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ചെന്ന് കയറുമ്പോഴേ അവർ ചെയ്യുന്ന തെറ്റും ശരിയും നമുക്ക് മനസ്സിലാവൂ. സത്യത്തിൽ ആ അമ്മ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയത് ഒരു നല്ല കാര്യം തന്നെയാ. സാറിനെ പോലുള്ള ഒരാളുടെ കയ്യിൽ എത്തിയില്ലേ. ഇനി സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടാത്ത സ്നേഹം ഇവിടുന്ന് കിട്ടുമല്ലോ. മല്ലികേ, ഇന്നിപ്പോ നമുക്കിവിടെ പായസം വെക്കണം. പിന്നെ ഇന്ന് ഊണിന്റെ കൂടെ തീർച്ചയായും പായസവും വേണം. പൂജയുടെ കുഞ്ഞ് ഇന്ന് വീട്ടിൽ വരുന്നത് പ്രമാണിച്ച് അവിടെ പമ്പൻ സദ്യ ഒരുക്കുക. പൂജ എന്ന് പറയുന്ന ആരാ? ഇതുപോലെ തന്നെ ഇവിടെ എത്തിയ കുട്ടിയാ. പക്ഷേ പൂജ കൈക്കുഞ്ഞായിട്ടല്ല, അവൾക്ക് 3 വയസ്സുണ്ടായിരുന്നു. സ്നേഹസദനത്തിന്റെ ആത്മാവും ജീവവായുവും ഒക്കെ അവളായിരുന്നു. അവളുടെ ഓരോ പിറന്നാളും ഞങ്ങൾ ആഘോഷിക്കുമായിരുന്നു.
ഇപ്പോ നല്ല മിടുക്കിയായി അഡ്വക്കേറ്റ് അർജുന്റെ ഭാര്യയായി സന്തോഷത്തോടെ ജീവിക്കുന്നു. ആ പൂജയുടെ ഡെലിവറി കഴിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി വീട്ടിൽ കയറുന്ന ദിവസമായിന്ന്. അതിന്റെ ആഘോഷം നടക്കുക അവിടെ. സാറിനിപ്പോ ഇന്ന് 2 കുട്ടികളാണ് കിട്ടിയത് അല്ലേ? ആ അതെ. ആ എല്ലാ വിവരങ്ങളും ഇതിനകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. സാറിന് ഇതിന്റെ രീതികളൊക്കെ അറിയാമല്ലോ. ഈ കവർ ഒരിക്കലും കൈമോശം വരാൻ പാടില്ല, സീല് പൊട്ടിക്കാനും പാടില്ല. കോടതിയിൽ മാത്രമേ ഇത് പൊട്ടിക്കാവൂ. ഇതൊന്നും സാറിനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അറിയാം, എന്നാലും ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എന്നാ അങ്ങനെ ആവട്ടെ. മോളൂ, മോളിനി ഞങ്ങളുടെയൊക്കെ പൊന്നു മോളായിരിക്കും. സാറേ, അപ്പൊ പായസം വെക്കാനുള്ള ഒരുക്കം തുടങ്ങാല്ലേ? പിന്നെന്താ. ആ മല്ലികെ, പായസത്തിന് മധുര ഇത്തിരി കൂടിക്കോട്ടെ. മോളെ, മധുരം മതിയോന്ന് നോക്കിയേ. ആ വരുന്നേ. ആ സൂപ്പർ, അടിപൊളി. ഇനി 2 കൂട്ടം പായസം കൂടി ഉണ്ട്. 3 കൂട്ടം പായസം വെക്കുന്നുണ്ടോ? പിന്നെ ആ പിന്നെ ഒരു കാര്യമുണ്ടമ്മേ. എന്താ മധു? വീട്ടിലൊരു കുഞ്ഞു വന്നു, അത് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷെ 3 കൂട്ടം പായസമൊക്കെ വെച്ചിട്ട് സദ്യ ഉണ്ടാക്കുന്നത് ഇച്ചിരി കൂടിപ്പോയി. എന്ത് കൂടിപ്പോയെന്ന്? 3 കൂട്ടം പായസമല്ല, 30 കൂട്ടം പായസം വെക്കുന്ന സന്തോഷത്തിലാ ഞാനിപ്പോ. കുഞ്ഞു വന്ന് കേറിയത് മാത്രമല്ല, എന്റെ കൊച്ചുമോനെ ജഡ്ജിയാവാൻ പോവുക. ഞാനേ ഇനി ജഡ്ജിയുടെ അച്ഛമ്മയാ. പായസവും പഞ്ചാമൃതവും ഒക്കെ വെക്കും. പിന്നല്ലാതെ, കമ്പനിയിൽ നാളെ പാർട്ടിയാ. സ്റ്റാഫിന് എല്ലാവർക്കും പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു സന്തോഷ അവസരത്തിൽ കുറ്റം പറയല്ല, എനിക്ക് മോള് ജനിച്ചപ്പോ അമ്മ ഇങ്ങനെ സന്തോഷം കാണിച്ചിട്ടില്ല. അന്നും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നീ അമ്മയായതുപോലെയല്ല പൂജ അമ്മയായത്. അഗ്നിപരീക്ഷകൾ ഒരുപാട് നേരിട്ടതാ. വളർന്നതോ അനാഥാലയത്തിൽ. സ്വന്തം അച്ഛനെയും അമ്മയും വേറൊരുത്തി അച്ഛന്നും അമ്മയെന്നും വിളിക്കുന്നത് കണ്ട് ജീവിക്കേണ്ടി വന്നു. ഞാനും നീയും അവളോട് വെറുപ്പ് കാണിച്ചു. പല സാഹചര്യങ്ങളിലും മാധുരിയും ആനന്ദും പോലും അവളെ തള്ളി പറഞ്ഞു. പലരും അവളെ അപകടപ്പെടുത്താൻ നോക്കി. ആ കരിങ്കള്ളി പ്രിയയെ നമ്മളെ നന്ദന്റെ അരുണിമയുടെ മോളായിട്ട് അംഗീകരിച്ചു. അർജുൻ പൂജയെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ തന്നെ എത്രയോ കാലം വേണ്ടി വന്നു. അങ്ങനെയുള്ള പൂജയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പം അത് മഹോത്സവമായി തന്നെ ആഘോഷിക്കണം. ഇതിപ്പോ നമ്മൾ പൂജയോട് കാണിക്കുന്ന പ്രായശ്ചിത്തം. അമ്മ പറഞ്ഞ സത്യ. പൂജ മോളോട് കാണിച്ച തെറ്റുകൾ ഈ രീതിയിൽ തിരുത്തണം. അമ്മേ, ആനന്ദേട്ടാ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണമെന്ന് പറയാൻ വരികയായിരുന്നു ഞാൻ. മാധുരി ചേച്ചി, തീർത്ഥാടനം നാളെ തുടങ്ങിയ പോരെ? ഏയ് പറ്റില്ല. പൂജയും കുഞ്ഞും ഈ വീട്ടിൽ വന്നു കയറുന്ന ദിവസം തന്നെ അമ്പല ദർശനം തുടങ്ങണമെന്നാ ഞാൻ വിചാരിച്ചത്. അല്ല, സ്നേഹസ്ഥാനത്തിലെ കുട്ടിയുടെ കാര്യം കേട്ടാലേ വിഷമല്ലേ? പെട്ടെന്നത് കേട്ടപ്പോ നെഞ്ചിലെന്തോ ഒരു കൊളുത്തിവലി പോലെ. ആ വാ, പോട്ടെ. താൻ വാ, ഇതൊന്നും കൊണ്ടുപോകും. വസന്ത, രാധമോളുടെ വിവരങ്ങൾ അടങ്ങിയ ഈ കവറ് എവിടെയാ സൂക്ഷിക്കുന്നത് എന്ന് നിങ്ങളും കൂടെ അറിയണമെന്നത് കൊണ്ടാ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഉടൻ നിങ്ങളുടെ ശ്രദ്ധ ഇതിനകത്തുള്ള റെക്കോർഡുകളിലേക്ക് ഉണ്ടാവണം. അതുപോലെ സ്നേഹസദനത്തിന് എന്തെങ്കിലും അപകടമോ മറ്റെന്തെങ്കിലും സംഭവിച്ചാലോ ഈ കവറും മറ്റ് റെക്കോർഡുകളും നിങ്ങളുടെ 2 പേരുടെയും ശ്രദ്ധയിൽ എപ്പോഴും വേണം.
ഒക്കെ സാറ് തന്നെ സൂക്ഷിച്ചാ മതി. ആ, എന്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും. ഞാൻ അറിയാതെ ആർക്കും ഇതൊന്ന് തൊടാൻ പോലും സാധിക്കില്ല. പിന്നെ എന്തെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഇതൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കൂടി ഓർമ്മിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. ആ പ്രിയ ചതിച്ചതിന് ശേഷം ഇക്കാര്യത്തിൽ ഞാൻ വളരെ ശ്രദ്ധിക്കുക. ഹോ, അന്ന് പോലീസ് വന്ന സമയത്ത് അവള് ബുദ്ധിപരമായിട്ടല്ലേ പൂജ്യമോടെ തെളിവുകളല്ല ഇവിടെ നിന്ന് കടത്തിയത്. അങ്ങനെയല്ലേ അവള് പൂജ്യമോടെ സ്ഥാനത്ത് കയറി പറ്റിയത്. പാവം, സാറിനെ വരെ അവള് ജയിലിലാക്കിയില്ലേ. അവളിനി ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല. അത്രയും വകുപ്പുകളാ അവൾക്കെതിരെ ഉള്ളത്. എന്റെ മകളായി കരുതി വളർത്തിയ കുഞ്ഞ അവൾ ജയിലിൽ കയറുന്നതും കാണേണ്ടി വന്നു. അത് ശരി, സാറിന് ഇപ്പോഴും അവളോട് സഹതാപാ? ഇല്ല, ഇപ്പോഴത്തെ പ്രിയയോട് എനിക്കൊരു സഹതാപവും ഇല്ല. പക്ഷേ ഈ കൈകളിൽ കുഞ്ഞിക്കാലുകൾ അടിച്ചു കിടന്ന പ്രിയയോട് എനിക്ക് വാത്സല്യമുണ്ട്. ആ പോട്ടെ, അതൊന്നും ഇനി ഓർക്കണ്ട. വിധി അങ്ങനെ അങ്ങ് സമാധാനിച്ച പിന്നെ വിഷമൊന്നും തോന്നില്ല. എനിക്ക് ജയിലിൽ കിടക്കാനും വിധിയായിരുന്നു, പ്രിയയ്ക്ക് ജയിലിൽ കയറാനും വിധി കിടക്കുന്നു. അവളെ എന്റെ കൈ കിട്ടിയാ കൊല്ലും ഞാൻ. ഈ നല്ല ദിവസത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. ആ പിന്നെ ഭക്ഷണം തയ്യാറാക്കിയില്ലേ? ആ വസന്ത, പായസമൊക്കെ എന്തായി? റെഡിയായോ? എല്ലാം റെഡിയായി സാർ. പായസം സാറ് കുടിച്ചിട്ട് അഭിപ്രായം പറയണം. പിന്നെ സാർ, പൂജയുടെ മോൾ വീട്ടിൽ വന്ന ദിവസം ആയതുകൊണ്ട് അവിടെ സദ്യയുണ്ട്. ഉച്ചഭക്ഷണം അവിടെ നിന്ന് വേണമെന്ന് മധു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് 1-2 വട്ടം വിളിക്കുകയും ചെയ്തു. ആ ആയിക്കോട്ടെ, വസന്തൻ അങ്ങോട്ട് പോയിക്കോളൂ. ആ, ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് മല്ലികയ്ക്ക്. മനസ്സിലായില്ലേ? കുഞ്ഞിന്റെ അമ്മയാ. രാധമോളെ നമ്മൾ ഒരു മിടുക്കി മോളാക്കണം. അങ്ങനെ രാധമോളുടെ വരവ് പ്രമാണിച്ച് നമ്മൾ പായസം കൂട്ടി ഗംഭീരമായിട്ട് ഊണ് കഴിക്കും. മനസ്സ് നിറഞ്ഞിരിക്കുമ്പം ആഹാരത്തിന് കൂടുതൽ രുചി തോന്നും, അല്ലേ അരുണിമേ? സത്യമേ, കാർമേഘങ്ങളൊക്കെ ഒഴിഞ്ഞ് മാനം തെളിഞ്ഞ പോലൊരു തോന്നല എനിക്ക്. മാധുര്യം കൂടി വേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞതാ മാധുരി ചേച്ചിയോട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി എന്ന്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ മാധുരി മോള് പോയത്. അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടും. വസന്തരങ്ങൾ വരാറായില്ലേ ആന്റി? ഉടനെ എത്തൂന്നാ പറഞ്ഞ. ആന്റി ഒന്ന് വിളിച്ചു നോക്ക്. ആ വന്നല്ലോ. കൈ ഇട്ടോ. ശരി. ഓ 100 ആയസാ, വസന്തം വന്നില്ലല്ലോ എന്ന് പറയുകയായിരുന്നു. നേരത്തെ വരണമെന്ന് പറഞ്ഞിരുന്നതാ. അപ്പോഴാ പുതിയ അഡ്മിഷൻ വന്നത്. പിന്നെ അതിന്റെ കുറെ തലവേദന. പൂജയ്ക്ക് അറിയാലോ അവിടുത്തെ കാര്യങ്ങൾ. കൊച്ചിനെ ഏറ്റുവാങ്ങണം, ഫോം കൃത്യമാണെന്ന് നോക്കണം, ഒപ്പിടിയിക്കണം, ഒക്കെ ഒരു ചടങ്ങാ. ആ, പെറ്റ ആൾക്ക് കളഞ്ഞിട്ട് പോയാ മതി, ബാക്കിയുള്ളവർക്കാ തലവേദന. പ്രസവിച്ച് ഉപേക്ഷിച്ച അതിനെ ഏറ്റെടുക്കാൻ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് അറിയുമ്പോഴാ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ എളുപ്പമാവുന്നത്. കുഞ്ഞാണെങ്കിൽ വന്നത് മുതൽ കിയോന്ന് പറഞ്ഞു വിളിയാ. എന്തായാലും ഇനി കുറച്ചു ദിവസത്തേക്ക് പണിയായി. ഒന്ന് നിർത്തങ്കിൾ പ്ലീസ്. ഏതെങ്കിലും ഒരു അമ്മ ചെയ്ത കുറ്റത്തിന് ആ കുഞ്ഞിനെ കളിയാക്കുന്ന എന്തിനാ? പാവം കുഞ്ഞ്, അതെന്ത് പിഴച്ചു? മോളെ, ഞാൻ പൊതുവായിട്ടങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ.
എന്നാലും ഓരോന്ന് പറയുമ്പോ ഒന്ന് ആലോചിക്കണ്ടേ? അങ്കിളെ, ഞാൻ അങ്കിളിനോട് ദേഷ്യം കാണിച്ചതല്ല. എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാനും ഒരു അമ്മയാ. അങ്കിളത് പറഞ്ഞപ്പോ ഞാൻ എന്റെ കുഞ്ഞിനെ ആ സ്ഥാനത്ത് കണ്ടത്. പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കാന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യ. പക്ഷേ തിരിച്ചും ചിന്തിക്കണം അങ്കിളെ. പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കണമെങ്കിൽ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കണം? മോളെ പോട്ടെ, സന്തോഷമുള്ളൊരു ദിവസം നമുക്ക് നല്ല കാര്യങ്ങൾ പറയാം. എടോ, അമ്മ പറഞ്ഞ പോലെ ഈ ദിവസം വിഷമിക്കാൻ പാടില്ല. സ്നേഹസ്ഥാനത്തിൽ ആ കുഞ്ഞ് ആരുടെ അടുത്ത് നിൽക്കുന്നേ? വിശ്വനാഥൻ അച്ഛനല്ലേ ഇനി ആ കുഞ്ഞിന്റെ രക്ഷകർത്താവ്. എന്തെങ്കിലും കുറവ് ആ കുഞ്ഞിന് ഇനി ഉണ്ടാവുമോ? വിശ്വനാഥൻ സാറിനെ കുറിച്ച് കേട്ടപ്പോ സമാധാനായല്ലേ മോളെ? ഭക്ഷണം കഴിക്കും. സോറി അങ്കിൾ. സാരല്ലോ മോളെ, കഴിക്കും. അയ്യോ, സാറ് കരയാണോ? എന്താ സാർ? അല്ല, എൻ്റെ സ്നേഹസദനത്തിൽ എത്രയോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ തൊട്ടിൽ കെട്ടിയിരിക്കുന്നു. വാസ്തവത്തിൽ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ ആ ഭാഗ്യം കിട്ടുന്നില്ലല്ലോ. നമ്മുടെ രാധമോളുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ഏതോ വീട്ടിൽ അച്ഛനമ്മമാർ പാടുന്ന താരാട്ട് കേട്ട് കിടന്നുറങ്ങേണ്ട മോളല്ലേ ഇവൾ. ഈ മോൾക്ക് ഭാഗ്യമില്ല, ഇവളുടെ അച്ഛനമ്മമാർക്കും ഭാഗ്യമില്ല. ഈ കുഞ്ഞിന് ഭാഗ്യമില്ലെന്ന് ആര് പറഞ്ഞു സാർ? സ്വന്തം അച്ഛനേക്കാൾ നല്ലൊരു അച്ഛനെയല്ലേ മോക്ക് കിട്ടിയിരിക്കുന്നത്. ഭാഗ്യമുള്ള കുട്ടിയായിരിക്കും. പൂജയെ പോലെ ഒരു മിടുക്കിയാവും. ഇവിടുത്തെ ഒരാൾ മാത്രമല്ല, എല്ലാവരും മിടുക്കികളും മിടുക്കന്മാരുമാകണം. അല്ലേ മക്കളെ? പുറത്തു പോയി കളിച്ചോളൂ. എന്തായാലും പൂജ ഈ നിലയിലെത്തിയത് സാറിന്റെ ഒറ്റൊരാളുടെ കഴിവാ, അതിന് സംശയമില്ല. സാറിന്റെ ഗുണം മുഴുവനും കിട്ടിയിട്ടുണ്ട് അവൾക്ക്. ഞാൻ അത്ര വലിയ ഗുണവാനൊന്നുമല്ല. ഞാൻ അവർക്കൊന്നും മാതൃകയാവാൻ ആഗ്രഹിച്ചിട്ടുമില്ല. നമ്മൾ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു വളർത്തണം, അവർ നന്നാവാൻ പ്രാർത്ഥിക്കണം. പിന്നെല്ലാം വിധി, അതേ പറയാനുള്ളൂ. അത് സാറ് വിനയം കൊണ്ട് പറയുന്നതാ. എന്തായാലും പൂജയ്ക്ക് ഇപ്പോഴും സ്നേഹസദനവുമായുള്ള ബന്ധം തുടരുന്നു. അതുകൊണ്ടല്ലേ പൂജയുടെ വീട്ടിൽ മോള് വന്ന അതേ ദിവസം ഇവിടെ നമുക്കും ഒരു മോളെ കിട്ടിയത്. നമുക്ക് തൊട്ടിൽ ഉദ്ഘാടനം ചെയ്യാം. ശരി. രാധമോളെ, രാധേ. സ്നേഹസ്നാനത്തിലെ കൊച്ചിനെ പറ്റി ഞാനിവിടെ പറയണ്ടായിരുന്നു. പൂജ ആകെ അങ്ങ് മൂഡൌട്ടായി. പൂജയുടെ പഴയകാലം ഓർമ്മിച്ച് കാണും പാവം. അത് കൊള്ളാം. ഓരോരുത്തർ എന്താ ആലോചിക്കുന്നു നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? അതുമല്ല, സത്യം പറയാലോ, എനിക്കിവിടുത്തെ ഈ പ്രസവോത്സവം എനിക്കങ്ങ് പിടിക്കുന്നില്ല. ഞാൻ അമ്മയോട് പറയുകയും ചെയ്തു, നമ്മുടെ മോള് ജനിച്ചപ്പോ ഈ പാട്ടും മേളം ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന്. വസന്തേട്ടാ, ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മുടെ മോളെ ഹോസ്റ്റലിൽ നിങ്ങൾ കൊണ്ടുവരാം. ഇവിടെ നിൽക്കട്ടെ. ഇല്ലെങ്കിൽ ഉള്ളതെല്ലാം കൂടെ അമ്മ ആ കൊച്ചിനങ്ങ് എഴുതി കൊടുക്കും. അങ്ങനെയൊന്നും പറയാതെ മതി. അല്ലല്ല, ഇനി ഓരോന്നും ചിന്തിച്ചു തുടങ്ങണം.
പുതിയ കുഞ്ഞിനെ കണ്ടപ്പോ എല്ലാവരും പഴയതൊക്കെ അങ്ങ് മറന്നതുപോലെ. വരട്ടെ, എല്ലാം ആലോചിച്ച് ചെയ്യാം.